പ്രൈസ് ലോർഡ്. നമ്മുടെ നോട്ടം കർത്താവിൻ്റെ മുഖത്തേക്കാണോ അതോ കർത്താവിൻ്റെ കൈകളിലേക്കാണോ? പലരുടെയും നോട്ടം കർത്താവിൻ്റെ കൈകളിലേക്കാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് നന്മ പ്രാപിക്കണം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ലഭിക്കണം, അല്ലെങ്കിൽ മെറ്റീരിയലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ വേണം. അതിനുവേണ്ടി മാത്രം കർത്താവിനെ നോക്കുന്നവരുണ്ട്. അവരുടെ നോട്ടം മുഴുവൻ കർത്താവിൻ്റെ കൈകളിലേക്കായിരിക്കും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസിമാരുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും. അപ്പോൾ കയ്യിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടും എന്നുള്ള ആഗ്രഹത്തോടെയാണ് കയ്യിലേക്ക് നോക്കുന്നത്. എന്നാൽ 27-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് ഇപ്രകാരം പറയുകയാണ്: എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്നെൻ്റെ ഹൃദയം പറയുന്നു. ഇവിടെ അന്വേഷിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ മുഖത്തേക്കാണ്. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ളൊരു ബന്ധത്തെ കാണിക്കുകയാണ്. കർത്താവ് പറയുന്നത് എൻ്റെ മുഖത്തേക്ക്, എന്നിലേക്ക്, ഞാനുമായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധത്തിലേക്ക് നിങ്ങൾ വാ എന്നാണ് കർത്താവ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധം അവൻ്റെ കൈകളിലേക്ക് മാത്രം, അല്ലെങ്കിൽ അവൻ തരുന്നത് പ്രാപിക്കാനുള്ള ഒരു ബന്ധം മാത്രമാണ് പലപ്പോഴും ആയിത്തീരുന്നത്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുന്ന, അല്ലെങ്കിൽ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ കാണുന്ന ഒരു വ്യക്തിയായിട്ടല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ളൊരു വലിയ അഭേദ്യമായ ബന്ധമുണ്ടാകുന്നൊരവസ്ഥ. ആ ഒരു ബന്ധത്തിലേക്ക്, ആ ഒരു റിലേഷനിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. അതുകൊണ്ട് നോക്കുന്നത് കർത്താവിൻ്റെ മുഖത്തേക്കാകട്ടെ. എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങൾക്കോ മറ്റ് എന്തെങ്കിലും ഒരു നേട്ടങ്ങൾക്കോ വേണ്ടി മാത്രം കർത്താവിൽ നോക്കാതെ, കർത്താവിനെ നോക്കുന്നത് അവനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വെളിച്ചത്തിലാകട്ടെ, അതിനുവേണ്ടിയാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.